നീറ്റ് പരീക്ഷാ ക്രമക്കേട് പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നടി ഭാവന. ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് നടി ചോദിക്കുന്നു. ആണിയടിച്ച ലാത്തിയുടെ ചിത്രം പങ്കുവച്ചാണ് നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഗൗതം ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പിന്തുണ ഏറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ നിരകിലേക്ക് ഇപ്പോൾ ഭാവനയും ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാമിലി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ സമരത്തിന്, ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. അത് തന്നെയാണ് ഭാവനയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ അതിക്രമത്തിൽ ആണിയടിച്ച ലാത്തികൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചു എന്നുള്ള ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും നടപടികളും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അതേ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നടി ഭാവനയും ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഡൽഹി പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നടി പങ്കുവച്ചിരുന്നു. പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ അസാമാന്യമായ ധൈര്യത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും അത് പ്രതീക്ഷാ നിർഭരമാകണമെന്നും അത് ചരിത്രത്തിൽ അവരെ രേഖപ്പെടുത്തുക പേടിത്തുറികളായിട്ടുള്ള, അതായത് ഭയന്നോടുന്നവരായിട്ടല്ല, മറിച്ച് പോരാടുന്ന പോരാളികളായിട്ടായിരിക്കും ചരിത്രം ഈ വിദ്യാർത്ഥികളെയും പ്രതിഷേധക്കാരെയും രേഖപ്പെടുത്തുക എന്നും ഭാവന വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഈ ലാത്തിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇൻസ്റ്റഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അതിൽ വലിയ പിന്തുണ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഭാവനയും ചോദിക്കുന്നത് ഈ രാജ്യം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് സിനിമാ സാംസ്കാരിക പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈ രാജ്യത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നിരിക്കുന്നു, അതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകൾ ഉണ്ടായിരിക്കുന്നു. നീറ്റ് പരീക്ഷ ക്രമക്കേട് വസ്തുതാപരമാണെന്ന് തെളിയുന്നു, അതിൻ്റെ കാരണക്കാരെയും കുറ്റക്കാരെയും കണ്ടെത്തുന്നു. പക്ഷേ അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന സർക്കാരിന്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം അത് സ്വാഭാവികമായും ന്യായമാണ് എന്നുള്ള ഒരു ആവശ്യത്തിന് ഉന്നയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നെറേറ്റീവിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അത് ഒരു തരത്തിൽ അത് വസ്തുതാപരമായി ശരിയുമാണ്. കാരണം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ധർമ്മേന്ദ്ര പ്രധാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടൊക്കെ നമുക്ക് അറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ന്യായമാണെന്നുള്ള ബോധ്യം അതിൽ നിന്നുകൊണ്ടാണ് സിനിമാ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതുതന്നെയാണ് ഭാവനയും ഉന്നയിക്കുന്നത്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ആർക്കാണ് ഉത്തരം നൽകാൻ കഴിയുക? മുൻപൊന്നും കേട്ടുകേൾവില്ലാത്ത തരത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ സിസ്റ്റം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട്, ആ സിസ്റ്റത്തിനെ കുഴപ്പം വരുത്തുന്നവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആണിയടിച്ച ലാത്തികൾ കൊണ്ട് വലിയ ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മാറുമ്പോൾ സ്വാഭാവികമായും ആ ചോദ്യം ഉയരുക തന്നെ ചെയ്യും എന്നതാണ് ഇപ്പോൾ ഭാവനയിലൂടെയും വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ സിനിമാ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ മലയാളത്തിൽ നിന്നും ഒട്ടുമിക്ക പേരും ഇതിനോടകം തന്നെ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുകയോ ഇത്തരത്തിൽ കുറിപ്പുകളിലൂടെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പിന്തുണ അറിയിക്കുകയും ചെയ്ത് രംഗത്ത് വരികയാണ് ശ്യാമിലി. ഗൗതം, ഇതിപ്പോൾ ആദ്യം ടൊവിനോ വരുന്നു, പിന്നീട് വിസ്മയ മോഹൻലാൽ വരുന്നു, ഭാവന വരുന്നു, രഞ്ജിനി ഹരിദാസ് ഒക്കെ അവിടെ പോയി പങ്കെടുക്കുന്നു, സിജാറോസ് അവിടെ പങ്കെടുക്കുന്നു, മറ്റുള്ളവരും എല്ലാവരും വിവിധ നാനാതുറകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ അവർ പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഗൗതം ശ്രദ്ധിച്ചിരുന്നുവോ? എങ്ങനെയാണ് സാധാരണ? നേരത്തെ വിസ്മയ മോഹൻലാലൊക്കെ ഇതിനെതിരെ കേന്ദ്രത്തിനെതിരെ ഒരു നിലപാടെടുത്തപ്പോൾ കുറഞ്ഞ സൈബർ ആക്രമണമൊന്നും അല്ല നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച്. അപ്പോൾ ഭാവനയും അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ളവർ പലരും അനുകൂലിക്കുമ്പോൾ പോലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനെയൊക്കെ എതിർക്കാൻ ഒരു മനോഭാവമുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള കമൻറ്റുകളോ സൈബർ അധിക്ഷേപങ്ങളോ ആക്രമണങ്ങളോ ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നുണ്ടോ? ശ്യാമിലി, അത്തരത്തിൽ അതിക്രമമോ അല്ലെങ്കിൽ അക്രമമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഈ സമരത്തെ പിന്തുണച്ച രംഗത്തെത്തുന്നവർക്കെതിരെയുള്ള ഒരു വിഭാഗം ആളുകളുടെ വലിയ പ്രതിഷേധവും അവരുടെ വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പല കമൻറ്റുകളും വരുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീവിരുദ്ധമായ ചില കമൻറ്റുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അത് ഒരു പ്രകടമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടമായ വെട്ടുക്കിളി ആക്രമണം എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ഭാവന മാത്രമല്ല, നിരവധി പേരാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്നിട്ടുള്ള പ്രതിഷേധ പരിപാടിയിലും അല്ലാതെയുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെയും സമൂഹമാധ്യമ കുറിപ്പുകളിലൂടെയും പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ടൊവിനോ തോമസിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം യുവമോർച്ച മാർച്ച് നടത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് കൂടിയായിരിക്കണം സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും താരങ്ങൾ ഇതിന് തയ്യാറാവുകയും അവരുടെ
നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ അധിക്ഷേപിക്കാൻ മാത്രമേ കഴിയൂ. അവർ സ്വാഭാവികമായും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാഴ്ചയും നമ്മൾ ഈ ചരിത്രത്തിൽ ഉടനീളം കാണുന്നുണ്ട്. അത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നവരെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ജനത ഇത്തരം നിലപാടെടുക്കുന്ന സെലിബ്രിറ്റികൾക്ക്, താരങ്ങൾക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ, ജൻസികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകൾ അത്തരം നിലപാട് സ്വീകരിക്കുന്നവരെ വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇത്തരം പോസ്റ്റുകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഉയർത്തപ്പെടുന്ന വിഷയം സാമാന്യമായി രാജ്യത്തെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അത് ഒരു തലമുറയെ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്കും അവരോട് ഐക്യപ്പെടുന്നവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിലുള്ള സൈബർ ആക്രമണ സാധ്യതകളെ പരമാവധി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സംഘടിതമായി പേരില്ലാത്ത, ഊരില്ലാത്ത, മുഖമില്ലാത്ത ഐഡികളിൽ നിന്നുള്ള അധിക്ഷേപകരമായ കമൻറ്റുകളും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട്. ഷാമിൽ, തീർച്ചയായും ആദ്യം ഈ പ്രതിഷേധക്കാരെയൊക്കെ അവഗണിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. പിന്നെ അവരെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ അവരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്നു. പിന്നെ അവർക്ക് വിദേശ ഫണ്ട് കിട്ടിയിട്ടാണ് ഇവരിങ്ങനെ സമരം നടത്തിയതെന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ഇൻ്റർനെറ്റൊക്കെ വിച്ഛേദിക്കുന്നു, അവിടെയുള്ള മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നു, പിന്നെ ഫേക്ക് ചാർജസ് അവർക്ക് മേൽ ഉണ്ടാക്കുന്നു. അതുമാത്രവുമല്ല, അവരെ പല രീതിയിൽ ഇൻ്റർനെറ്റിൽ സൈബർ ആക്രമണം അഴിച്ചുവിട്ട് BJP സംഘപരിവാർ അനുകൂലികളൊക്കെ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് വേണ്ട. ഇതൊന്നും വിലപ്പോവുന്നില്ല എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ആളുകൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നു. കൂടുതൽ ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിദ്യാർത്ഥി സമരത്തോട് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്.